ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേശുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ വൈകുന്നേരം എത്തും. അപ്പുറത്തെ വീട്ടിലെ CCTV കംപ്ലൈന്റ് ആയതാണ് ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ. അവിടെ ആളില്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. ഞാനേ ഈ പ്രദേശത്തൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചായിരുന്നു വേറെ വീടുകളിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ. പക്ഷേ ഇതുപോലത്തെ സംഭവം വേറെ ഒരിടത്തും നടന്നിട്ടില്ല. പക്ഷേ ഒരിടത്ത് മോഷണം നടന്നിട്ടുണ്ട്. എവിടെ? അതിവിടെ അടുത്തുള്ളൊരു വീട്ടിലാ. അവിടെ ഒരു കിണ്ടി മോഷണം പോയി. കിണ്ടിയാ? ആ കിണ്ടി. എന്നിട്ട് 2-3 ദിവസം എടുത്ത് അവസാനം കള്ളനെ അവര് പൊക്കി. ആര്? ആ വീട്ടിലെ ഗൃഹനാഥൻ. അയാൾ എന്തിനാ എടുത്തേ? അത് വിറ്റ് കാശ് ആക്കിയിട്ട് പിന്നെ കള്ളുപിടിക്കാനായിരിക്കണമല്ലോ. അപ്പൊ ഗൃഹനാഥനായിരിക്കും നമ്മുടെ ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തത്. എന്തായാലും ഇവിടെ ഒരു CCTV വെക്കണം. വെക്കണം 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 വെക്കണം. നീ വെക്കണം. ആ അമ്മൂമ്മ വെക്കണം. ഞാൻ വെക്കണം, നീ വെക്കണം. ഞാൻ എന്തിനാ വെക്കണം? ആദ്യം ഒരു കാര്യം അമ്മൂമ്മ ആദ്യം വെക്കും, എന്നിട്ട് ഞാൻ വെക്കാം. നീ അങ്ങ് വെച്ചാ മതി. അതെ 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 അതെ, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. CCTV ഞാൻ വെച്ചോളാം. വെറുതെ ചുമ്മാ ഒരു കാര്യമില്ല, വഴക്കിന് പോവാ അങ്ങോട്ട്. അറിയാ, ക്യാമറ വെക്കുന്നതിന് മുമ്പ് അവനെ കൈയോടെ പിടിക്കണം. അതാണ് നമ്മുടെ സ്റ്റൈൽ. நானும் அதான் யோசிக்கிறேன். நம்ம வெளியில இருந்து உள்ள வந்து வெளியில போறதுக்குள்ள நம்ம பொருளை எடுத்துட்டு போயிட்டான் அப்படின்னா அவன் பொருளை மட்டும் எடுக்கணும்னு நினைச்சிட்டு வரலம்மா. അവൻ നമ്മളെ കഷ്ടപ്പെടുത്തണമെന്നേ നിனைச்சிட்டு വന്നിருப்பான். അയ്യോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ബുദ്ധിപരമായിട്ടൊരു കാര്യം പറഞ്ഞു. அம்மா, நான் இந்த மாதிரி நிறைய விஷயம் நல்ல மூளையோட சொல்லியிருக்கேன். നിന്റെ മോളെ കുറിച്ചൊന്നും ആരോടും പറയാൻ നിക്കല്ലേ. அதென்னம்மா நீங்க அப்படி ஒரு பேச்சு? நான் நிறைய வாட்டி இப்படி சொல்லியிருக்கேன்ல. நீங்க தான் மண்டத்தரம் எல்லாம் சொல்லுவீங்க. ഞാൻ മണ്ടത്തരം പറയുന്നത്? ഞാനേ ചോനറത്തല കുടുംബത്തിൽ ജനിച്ചവളാണ്. എനിക്ക് നല്ല മൂളയും ബുദ്ധിയുണ്ട്. நான் வந்து மதுரக்காரி, எனக்கும் ரொம்ப மூளை இருக்கு. രണ്ടും കൂടെ നിർത്തുന്നുണ്ടോ? രണ്ടുപേർക്ക് ആശുപത്രി കൊണ്ടൊരു മണ്ടത്തരം ഉണ്ട്. സത്യം, ആ കൊച്ചിന്റെ അത്ര പോലും വിവരം നിങ്ങൾക്കില്ലല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടോ, വീട്ടിലെ സാധനങ്ങൾ ഇപ്പൊ കാണാനില്ല. അതിന്റെ ഇടയ്ക്കാണ് മധുര ബുദ്ധി, ചോരനോത്തല ബുദ്ധി എന്നൊക്കെ അല്ല പറഞ്ഞ കൂടിപ്പോവും. സിദ്ധു, നീ എന്താ ആലോചിക്കണേ? ഞാനേ വേറൊരു കാര്യം ആലോചിച്ച. എന്താണ്? എന്തെങ്കിലും ക്ലൂ ആണ്? കുറെ തവണ വിളിച്ചു. മാമൻ വിളിച്ചു, മാമ വിളിച്ചു, അച്ഛൻ വിളിച്ചു. 18-ാം തീയതി ആണോ 19-ാം തീയതി ആണോ ഇപ്പൊ ഡൗട്ട്. എന്തെന്ന്? ഒരു കല്യാണത്തിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതെന്റെ വാലിരിക്കുന്ന കേൾക്കരുത് കേട്ടാ. ഇവിടെ ആരാണ്ടൊക്കെ ചേർന്ന് വീട് അടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് മറ്റേ കുഞ്ഞമ്മയുടെ നൂലുകെട്ട്. നൂലുകെട്ടല്ല, കല്യാണം. இத பாருங்களேன், எனக்கு ஒருத்தர டவுட் இருக்கு. ആര്? இந்த மாதிரி திருட்டு வேலையெல்லாம் செய்யணும்னா அது நம்ம பாசியண்ணா இருக்கும். அவருதான் இந்த மாதிரி வேலையெல்லாம் செய்வாரு. பாவமா நம்மளுக்கு தோணும், ஆனாலும் செய்வாரு. ഇത് പറഞ്ഞപ്പോഴാ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ബാസ്യങ്ങളെ ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോഴേ എന്റെ അടുത്ത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നു. നമ്മുടെ കുടുംബത്തെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. അഴുക കുടുംബമാണ്, ഒന്നിനും കൊള്ളത്തില്ല, സ്നേഹമില്ല, നന്ദിയില്ലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വന്നതേ ഇങ്ങനത്തെ പരിപാടി മിക്കവാറും ചെയ്യുന്നത് ബാസ്യങ്ങൾ തന്നെയായിരിക്കും. അതിന്റെ അടുത്ത് ലാസ്റ്റ് ഒരു ഡയലോഗും അടിച്ച്, നിങ്ങളൊക്കെ കരഞ്ഞോണ്ട് ബാസിന്റെ മുമ്പിൽ വന്ന് നിൽക്കൂന്ന്. അപ്പൊ ഇതവൻ തന്നെ.